താരസംഘടനയായ അമ്മയുടെ ഭരണസമിതിയിലേക്ക് ഇതുവരെ പത്രിക സമർപ്പിച്ചത് 25 പേർ. നവ്യ നായർ, ജഗദീഷ്, ശ്വേത മേനോൻ, കുക്കു പരമേശ്വരൻ, അനന്യ, സരയു മോഹൻ, ജോയ് മാത്യു തുടങ്ങിയവരാണ് പത്രിക സമർപ്പിച്ചത്. 32 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമാണെന്നും ആരോഗ്യകരമായ മത്സരമാണ് നടക്കുന്നതെന്നും അൻസിബ ഹസൻ പ്രതികരിച്ചു. ഇത്തവണ കുറെ പേര് മത്സരിക്കുന്നുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം അതാണ്. കാരണം അമ്മയെ ഇപ്പോൾ തുടങ്ങിയിട്ട് 32 വർഷം കഴിഞ്ഞു. 32 വർഷം കഴിഞ്ഞിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും അധികം ആളുകൾ മത്സരിക്കാൻ വരുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ തന്നെ നമുക്ക് അവർക്കുണ്ടായിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്രയധികം ആളുകൾ മത്സരിക്കുന്നു, അതുകൊണ്ട് തന്നെ കടുത്ത പോരാട്ടം തന്നെയായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. പത്രികാ സമർപ്പണം എങ്ങനെയാണ് പുരോഗമിച്ചത്? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായിട്ടും ശക്തമായ മത്സരമായിരിക്കും ഇത്തവണ നടക്കുക. എന്തായാലും നിലവിലെ കണക്കനുസരിച്ച് 25 പേരാണ് പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനികൾ ഏറെ പേർ സമർപ്പിച്ചിട്ടുണ്ട് പത്രിക. പ്രത്യേകിച്ചും ജഗദീഷ്, ഒപ്പം തന്നെ ജോയ് മാത്യു, കൂടാതെ ബാബുരാജ്, അൻസിബ, രവീന്ദ്രൻ, നവ്യ നായർ, സുരേഷ് കൃഷ്ണ, വിനു മോഹൻ, കൈലാഷ്, ജയൻ ചേർത്തല, ജഗദീഷ്, സന്തോഷ് കീഴാറ്റൂർ, അനൂപ് ചന്ദ്രൻ, ആശ അരവിന്ദ്, ടിനി ടോം, ശ്വേത മേനോൻ, ശ്രുതി ലക്ഷ്മി, സജിത ബെട്ടി, കുക്കു പരമേശ്വരൻ, ലക്ഷ്മി പ്രിയ, അഞ്ജലി നായർ, നാസർ ലത്തീഫ്, ഉണ്ണി ശിവപാൽ, സരയു മോഹൻ, അനന്യ, രഞ്ജിനി ജോർജ്, ജോയ് മാത്യു. അങ്ങനെ 25 പേര് നിലവിൽ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഈ 25 പേരിൽ പ്രധാനമായിട്ടും മത്സരം നടക്കുക ജഗദീഷും ശ്വേത മേനോനും തമ്മിലായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ രവീന്ദ്രൻ അടക്കമുള്ള ആളുകൾ മത്സരരംഗത്തുണ്ട്. അങ്ങനെ ജോയ് മാത്യു, അങ്ങനെ നിരവധി നമ്മൾക്കൊക്കെ പരിചിതമായിട്ടുള്ള താരങ്ങളാണ് മത്സരത്തിനുള്ളത്. നേരത്തെ ഈ അൻസിബ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്രയും അധികം ആളുകൾ മത്സരത്തിന് ഇറങ്ങുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സഹിൻ, ഇത്രയധികം ആളുകൾ മത്സരിക്കുന്നത് പല തലമുറയിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ അൻസിബ സൂചിപ്പിച്ചതുപോലെ അതൊരു പോസിറ്റീവായിട്ടുള്ള സൂചനയായിട്ടാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മത്സരം നടക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈ അമ്മയുടെ ഓഫീസിലാണ്. താരസംഘടനയായ അമ്മയുടെ ഓഫീസിന് മുന്നിലാണുള്ളത്. വൈകുന്നേരത്തോടു കൂടി തന്നെ താരങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇന്ന് സ്ക്രൂട്ടനിങ് നടക്കുകയാണ്. ഒരു അന്തിമ പരിശോധന ഇന്ന് നടക്കും. അതുകൊണ്ട് തന്നെ ഏത് ഘട്ടത്തിലാണ് എത്ര പേർ മത്സരിക്കാൻ ഇറങ്ങും, എത്ര പേരുണ്ടാകും, മത്സരരംഗത്ത് ശക്തമായി തന്നെ എത്ര പേരുണ്ടാകും എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കാര്യമായ മത്സരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ജഗദീഷ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വരുന്നു. ഒപ്പം തന്നെ ശ്വേത മേനോൻ വരുന്നു. കൂടാതെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നവ്യ നായർ, രവീന്ദ്രൻ തുടങ്ങി അങ്ങനെ ഓരോരോ പാനലുകളിൽ ആളുകൾ മത്സരിക്കാൻ ഇറങ്ങുന്നു. കുക്കു പരമേശ്വരൻ ഉൾപ്പെടെ ആളുകൾ പാനലിൽ മത്സരിക്കാൻ ഇറങ്ങുന്നു. ടിനി ടോമും ബാബുരാജുമെല്ലാം മുൻ സംഘങ്ങളായിട്ട് നിലവിലുണ്ട്. അപ്പോൾ ശക്തമായൊരു മത്സരമായിരിക്കും നടക്കുക. നിലവിൽ 11 പേരാണ് സ്ഥാനങ്ങളിലേക്ക് വരേണ്ടതെങ്കിൽ 25 പേര് പത്രിക സമർപ്പിച്ചു. ഇനിയും ആളുകൾ കൂടുതൽ പത്രിക സമർപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ശക്തമായൊരു മത്സരം കാണാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരു രമ്യമായൊരു പോരാട്ടമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇപ്പോഴും അമ്മയ്ക്കകത്ത് പല ആളുകളും വാദപ്രതിവാദങ്ങളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ താരസംഘടനയായ അമ്മയിൽ മത്സരം നടക്കുകയാണ്. ഭരണസമിതിയിലേക്ക് ഇതുവരെ പത്രിക സമർപ്പിച്ചത് 25 പേരാണ്. അതും പഴയ തലമുറയിലെയും പുതിയ തലമുറയിലെയും നമുക്കൊക്കെ പരിചിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ആ നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുകയാണ്. ആ വിവരങ്ങളാണ് സഹിൻ നൽകിയത്.